ഇന്നത്തെ വീഡിയോ ചക്ക വേവിക്കുന്ന വീഡിയോ കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ കൂട്ടുകാരിയെ ഫോൺ ചെയ്തു. ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ചക്കയുടെ മാങ്ങയുടെ കഥ കടന്നു വന്നു. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ ചക്കയും മാങ്ങയൊക്കെ മൂത്തോ? ഞാൻ പറഞ്ഞു, മൂത്തിട്ടുണ്ട്, വരുവാണെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, അവളെ കൂട്ടാൻ ചെല്ലണം, ഇങ്ങോട്ട് കൊണ്ടുവിടാൻ ആരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവര് വരുമ്പോഴത്തേനും ചോറും കറിയൊക്കെ കൊടുക്കണ്ടേ, വേഗം തന്നെ ചോറും കറികളൊക്കെ ആക്കി ഒരു 12:30 ആയപ്പോൾ അവളെയും കൊച്ചിനെയും കൂട്ടാൻ വേണ്ടി ഞാൻ അവളുടെ വീട്ടിൽ പോയി. കൂട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്ന സമയം ഏകദേശം 1:30 2 മണിയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ. ഇങ്ങനെ വന്ന് വേഗം ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് പ്ലാവിൻ ചോട്ടിലോട്ട് പോയി. പ്ലാവിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ നിറച്ചും ചക്ക. പക്ഷെ പറിക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ചവിട്ടി കിടന്ന 2 ചക്കയിൽ ഒരു ചക്ക മൂത്തതായിരുന്നു കേട്ടോ. അത് പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മുറിക്കാൻ നോക്കിയപ്പോഴോ ഭയങ്കര കഷ്ടം. ചക്കപ്പണി തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം 4 മണിയൊക്കെ ആയി കേട്ടോ. ഇങ്ങനെ മുറിക്കാൻ നോക്കി ഭയങ്കര ബുദ്ധിമുട്ട്. തലങ്ങും വിലങ്ങും ചക്കനെ വെട്ടി 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 ഒരു പരുവാക്കി രണ്ടുപേരും കൂടെ. ഒരു വിധത്തിൽ മുറിച്ചെടുത്തു കേട്ടോ. ആ വീഡിയോ ഒന്നും ഫുള്ളി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കാണും, ബുദ്ധിമുട്ടാകും. അയ്യോ, ഇത് നിങ്ങൾക്ക് ചക്ക പോലും മുറിക്കാൻ അറിയത്തില്ലേ? ചക്ക മുറിച്ച് ശീലമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. പിന്നെ അതുമല്ല, ചക്ക മുറിക്കുന്നൊക്കെ സാധാരണ വലിയ ആൾക്കാരൊക്കെ കോടാലിയും കൊണ്ട് മുറിക്കാറുണ്ട്. ഞങ്ങൾക്ക് കോടാലിയും കൊണ്ടൊന്നും മുറിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പഴഞ്ചൻ 2 വാക്കത്തിയായിരുന്നു. അതുകൊണ്ട് മുറിക്കലോ ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പീസാക്കി എടുത്തു. പിന്നെ ആ 2 പീസാക്കിയതിനെ വീണ്ടും പീസാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു. അങ്ങനെ 2, 3, 4 പീസാക്കി എടുത്തു. ഞാൻ വേഗം ചക്ക വെട്ടി അതിൻ്റെ മേളത്തെ ഭാഗം എല്ലാം കളഞ്ഞ് ചക്ക അവൾ പീസാക്കി എടുത്തു. ഈ പരുവാക്കി ഞങ്ങൾ വെച്ചു. പിന്നെ അതിൻ്റെ ചകിണിയും ചോളയും ചക്കക്കുരുവും നമുക്ക് വേറെ ആക്കണ്ടേ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പണിയായി. പിന്നെ ഇപ്പം ഞാൻ തന്നെ ആയിപ്പോയി കേട്ടോ. കാരണം അവൾക്കൊരു കുഞ്ഞുണ്ട്. അവനെ ഉറക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഞാനെങ്കിൽ പിന്നെ വേഗം ചെയ്താലോ എന്ന് വിചാരിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വേഗം ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. സമയമെടുത്ത് മെല്ലെ 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 ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൾ വന്ന് കേട്ടോ. അവൾ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് വേഗം തന്നെ ചക്ക പീസാക്കി എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുത്തു കേട്ടോ. പിന്നെ അതുമല്ല, നമുക്ക് ചക്കയും കപ്പയൊക്കെ ആക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. അതൊക്കെ ഒരു പ്രത്യേക രസം. അങ്ങനെ അവളും കൂടെ വന്ന് ഞങ്ങൾ വേഗം ചക്ക മുറിച്ച് പീസാക്കി സെറ്റപ്പാക്കി നമ്മളെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇത്രയും നേരം ഞങ്ങൾ പുറത്തിരുന്ന കേട്ടോ ചെയ്തത്. അപ്പോഴത്തേനും ഏകദേശം സമയം ഒത്തിരി ആയിരുന്നേ. 6 മണിയൊക്കെ ഏകദേശം അടുത്തു. പിന്നെ വീടിനുള്ളിൽ കയറിയപ്പോൾ ചായ, അത്രയും നേരം ചക്കയുടെ മണിയായതുകൊണ്ട് ചായ കുടിക്കാൻ ലേറ്റായി. പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് ചായ എടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ പിള്ളേർക്കും അവൾക്കും കൂടെ ചായ എടുത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഭയങ്കര കലപില ഇങ്ങനെ വർത്താനം. ഞങ്ങൾക്ക് എപ്പോഴും വർത്താനം പറയാൻ ഒത്തിരി കാണും കേട്ടോ. ഞങ്ങൾക്ക് കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കഥകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പറയാൻ കാണും. ഞങ്ങളങ്ങനെ പറഞ്ഞ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറും കൊണ്ടാണ് ഞാനൊരു 2-3 ഗ്ലാസ് ചായ എടുത്തത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ അവളോട് പറയുക. അങ്ങനെ ചായ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചായ ഞങ്ങൾ മാറ്റി വെച്ചു. പിള്ളേർക്ക് ചായക്ക് ചൂടായതുകൊണ്ട് അവരോട് പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചായക്ക് പ്രത്യേകിച്ച് കടിയൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ ഉണ്ടായിരുന്നത് കപ്പ ചിപ്സാട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ചായക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ വന്ന് കയറിയപ്പോഴത്തേനും പിള്ളേർക്ക് അത് കഴിക്കാൻ കൊടുത്തു. അതും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിള്ളേർ കേട്ടോ ചോറുണ്ടത്. പിന്നെ അവൾ തന്നെ ഇരുന്ന് ചക്ക അരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഇരുന്നരിഞ്ഞ് ഈ അടുത്ത കാലത്തെങ്ങും തീരുവല്ല, ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഞാൻ ചായ അവളുടെ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ പിള്ളേർക്കുള്ള ചായയൊക്കെ അടച്ച് പെറുക്കി മാറ്റി വെച്ച് അവളുടെ കൂടെ ചക്ക അരിയാൻ ഞാനും കൂടെ കൂടി. അങ്ങനെ ഞങ്ങളിരുന്ന് ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി. അന്നേരം വിചാരിച്ചു സ്കൂളിൻ്റെ ഗ്രൂപ്പിലോട്ടൊരു ഫോട്ടോ ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഈ ചക്ക അരിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിലെ PT എക്സിക്യൂട്ടീവിന് ഞങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു ഗ്രൂപ്പുണ്ട്. അപ്പം
ആ ഗ്രൂപ്പിൻ്റെ അകത്തോട്ട് ഫോട്ടോ എടുത്ത് ഇടുവാണെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ പറയാം. അതൊക്കെ കേട്ട് ചുമ്മാ നമുക്ക് ചിരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് പിള്ളേരോട് പറയുക വന്നിട്ട് ഓരോ ഫോട്ടോ എടുക്കുമെന്ന് പിള്ളേരോട് ചോദിക്കുന്ന പാവം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ഒരു ചെറിയ പനിക്കോളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചക്ക പീസാക്കി അടുപ്പ് കയറ്റി. അതിനിടയ്ക്കൊക്കെ ഞങ്ങൾ ഒത്തിരി വീഡിയോ എടുത്തു കേട്ടോ. അവളുടെ ഹസ്ബൻഡ് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു വൈകിട്ട് കൂട്ടാൻ വരുന്നതിനും ചക്ക വേവിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നത്. വേഗം തന്നെ ചക്ക ഞങ്ങൾ വേവിച്ച് സെറ്റ്. വേഗം ഒന്നും പറയാൻ പറ്റത്തില്ല, അന്നേരത്തെ സമയം ഉണ്ട് ഏകദേശം രാത്രി ഒരു 7 മണി 7:30. അങ്ങനെ ചക്ക വേവിച്ചു. നല്ല അടിപൊളി ചക്ക വേവിച്ചായിരുന്നു. എനിക്ക് തന്നെയാണ് ചക്ക വേവിക്കാൻ അറിയത്തേ ഇല്ല. എനിക്ക് അതിൻ്റെ അകത്ത് എത്ര വെള്ളം ഒഴിക്കണം എന്നറിയത്തില്ല. ചേർക്കേണ്ട സാധനങ്ങളൊക്കെ അറിയാം, പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് എത്ര വെള്ളം ചേർക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ചക്ക സൂപ്പറാന്ന് ഞാൻ ഇടയ്ക്ക് പറയുക കേട്ടോ. അപ്പം അടിപൊളിയായി.